ഈ ദുൽഹജ്ജ് തിങ്കളിൽ ചൊന്ന ആൾ ഉളുഹിയത്ത് കൊടുക്കുക ഉദ്ദേശിച്ചിരിക്കുക. അപ്പൊ എങ്ങനെ ഞങ്ങൾ ഉളുഹിയത്ത് കൊടുക്കുറേ? ഉളുഹിയത്തുക്കുള്ള നീയത്ത് ചൊന്നിട്ടായെങ്കിൽ അത് എങ്ങനെ? അപ്പൊ ഉളുഹിയത്ത് അവനുണ്ടായെങ്കിലും ചൊന്ന വിഷയമുണ്ട് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അതെല്ലാം എന്തൊരു വിഷയമല്ല എൻ്റെ ചൊന്ന ആൾക്ക് ഗൊന്തില്ല. അപ്പൊ അങ്ങനത്തെ ആൾ ഈ വീഡിയോ നോക്കിത്തേ വേണം, ഫുള്ളായിട്ട് നോക്കൂ. അതായത് ഇപ്പൊ ഞാൻ ഉളുഹിയത്ത് കൊടുക്കുമ്പോ എത്ര നാൾ നമുക്ക് ഉള്ളിയത്ത് ഈ ദുൽഹജ്ജ് തിങ്കൾ എത്ര നാൾ ഉള്ളിയത്ത് കൊടുക്കാം, അതെല്ലാം ചൊന്നാൽ ഗൊന്തില്ല അല്ലെ. അപ്പൊ അതായത് ഈ ദുൽഹജ്ജ് തിങ്ങളുടെ 10, 11, 12, 13 ഈ 4 നാളായിട്ട് എന്തൊരു ഉള്ളിയത്തിന് അങ്ങ് കൊടുക്കണായത് അർത്ഥം ഈ 4 നാൾ. അപ്പൊ ഈ 4 നാളില് മൃഗത്തെ അറുത്തത് കൊടുക്കുന്നതായിട്ട് ഉള്ളിയത്ത് ചൊന്നുണ്ടായി. അപ്പൊ ഉള്ളിയത്ത് കൊടുക്കുമ്പോ ഞങ്ങൾ കൽബ് ശരി വേണം. എന്തേ നാളെ കൽബ് സമ വേണം. എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്ന നാളെ കൽബ് കയറ്റിക്ക് അല്ലേ ഒക്കെ നോക്കും. ഞങ്ങൾ ഇപ്പൊ ആൾമാർ നോക്കുക വേനേത്ത് ഉദയത്ത് കൊടുക്കുന്നുണ്ടായെങ്കിൽ സ്വീകാര്യം ഉണ്ടാ. അത് ഏതൊരു ആമലായെങ്കിൽ അങ്ങനെ അല്ലെ. ആൾമാർ നോക്കുക വേനേത്ത് ആൾമാർ എന്തൊരു എൻ്റെ മേൽ വെച്ച് ചൊല്ലട്ട് ചൊന്ന് ആഗ്രഹിച്ചത് നമ്മൾ ഉദയത്ത് കൊടുക്കുന്നുണ്ടായെങ്കിൽ ഇത് സ്വീകാര്യക്കാണ്. അപ്പൊ ചുമ്മാ ജാഗ്രത ആക്കണം. ഉദയത്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്തിനാക്കുന്നു? നാളെ കൽബ് സമ വേണം, നല്ലൊരു നീയത്തിലായിട്ടിക്കണം. എങ്ങനെ ഈ ഉള്ളിയത്ത് ഞാൻ അള്ളാഹുടെ പൊരുത്തത്തിൽ ആഗ്രഹിച്ചിട്ടായിട്ട് ഉള്ളിയത്തിന് അർത്ഥം കൊടുത്തോല്ലേട്ട് നിങ്ങൾ നല്ല കൽബിലൊരു നീയത്ത് വേണം. എൻ്റെ ദോഷം എല്ലാം അള്ളാഹു താല പൊറുക്കപ്പെടുന്നതുകൊണ്ട് ചൊല്ലൊരു നീയത്തും കൽബിൽ ഇന്നുണ്ടായെങ്കിൽ നിങ്ങൾ ഉള്ളിയത്ത് ശരിയാവും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ല അതിരെ എർച്ച അല്ലെങ്കിൽ അതിരെ ച്വാരമ അതെന്തും നക്കി എത്തില്ല. എത്ര എന്തിനു വന്നില്ല അള്ളാഹുക്ക് എത്ര എന്തിനു വന്നില്ല തഖ്വ മാത്രം. ഞങ്ങളെ തഖ്വ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പോയിട്ട് എത്തിരെ ഞങ്ങൾ കൊടുക്കുക. അതിലെ ച്വാര ഇങ്ങനെ ഒളിഞ്ഞു പോകുമ്പോൾ അത് ച്വാര എത്തില്ല. അതേപോലെ ഇതിൽ എർച്ച ഞങ്ങൾ കൊടുക്കുക. എത്ര എർച്ച കൊടുത്തിട്ടുണ്ട് അതെന്തോ അല്ല. അതല്ല ഞങ്ങളെ തഖ്വ എങ്ങനെ സമ ഉണ്ടാ, ഞങ്ങളെ കൽബിൽ നിയത്ത് സമ ഉണ്ടാ. ഞങ്ങളെ ഉള്ളിയത്ത് സ്വീകരിച്ചിട്ട് അപ്പൊ നാളെ ഉള്ളിയത്ത് സ്വീകരിച്ചിട്ട് അപ്പൊ എത്രത്തോളം ഞങ്ങൾ എർച്ചല കൊടുക്കുക അതനുസരിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തോ കൂലി കിട്ടും അല്ലെ. കൂലി കിട്ടുന്നുണ്ടേ ഞങ്ങളെ കൽബ് സമ വേണു. കിബിറ് ചൊല്ലതിനാല കൽബിലിക്കുക തീരാ. കാരണം ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങം ഞങ്ങൾക്ക് പടിപടിരാതെ അത്തഖ്വ ഹാഹുന അത്തഖ്വ ഹാഹുന അത്തഖ്വ ഹാഹുന കൽബുക്ക് കാട്ടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ 3 വട്ടം ആവർത്തിച്ചും ചൊന്നു തഖ്വ ഉള്ള കൽബിലേറ്റിക്കರು. അപ്പൊ ഞാൻ കൽബിനെ ചൊന്ന ജാഗ്രത ആക്കുന്നു. തെബിറ് വന്നു പോകും ചൊന്ന ജാഗ്രത ആക്കുന്നു ചൊന്നത് അതിಗೆ അർത്ഥ. അതേപോലെ എപ്പായിട്ടിക്കറ് ഈ ഉളിഹത്തിന്റെ ടൈം സ്റ്റാർട്ട് ആവട്ടെ. അതായത് പെരുന്നാൾ 2 സുബൈക്ക് സൂര്യ ഉദിക്കറല്ലേ. ആ സൂര്യ ഉദിച്ചാൽ പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും അതേപോലെ 2 ഖുതുബറും ടൈം കഴിഞ്ഞിട്ടായെങ്കിൽ എന്തരೈತೆ ഞങ്ങൾ ഉളുഹിയത്തിന്റെ ടൈം സ്റ്റാർട്ട് ആയിട്ട്. ഒരേ മോത്തു ഈ പെരുന്നാൾ നിസ്കാരം ചുമ്മാ ലേറ്റ് ആയിട്ടല്ല വെക്കാറ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ നോക്കുകയില്ല. ഈ ടൈം ഉണ്ടല്ലോ ഞങ്ങൾക്ക് സുന്നത്ത് നിസ്കാരത്തിനും 2 റക്അത്ത് അതേപോലെ 2 ഖുതുബക്കും ഉള്ള ടൈം സൂര്യ ഉദിച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ടായെങ്കിൽ ഞങ്ങൾ ഈ ഉളുഹിയത്തിന്റെ ടൈം സ്റ്റാർട്ട് ആയിട്ട് അർത്ഥ. അതേപോലെ ഈ ഉളിയത്ത് കൊടുക്കണുണ്ടായെങ്കിലും ആർക്ക് ഉളിയത്ത് സുന്നത്തുള്ള എവിടെയുണ്ടാ? ആർക്ക്? പെരുന്നാൾ 2 സുബൈക്കും അതേപോലെ 2 ജാവും അതേപോലെ അയ്യാമു തശ്രീഖ് 13 തോലുള്ള അയ്യാമു തശ്രീഖ് 13 തോലുള്ള നാളുണ്ടല്ലേ. ഈ 4 നാളില് ഈ ഉളിയത്ത് കൊടുക്കണമെങ്കിൽ അതേപോലെ അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആൾമാരുള്ളാരല്ലോ ഉണ്ടാവുത്തര്. അപ്പൊ അങ്ങക്കും എന്തിനു വേണു ആക അസല കറക്റ്റ് ഉണ്ട്. അതേപോലെ ഞങ്ങൾക്ക് ചോർക്കറി എല്ലാത്തുള്ള റാഹത്തിൽ ഞങ്ങൾ ഉള്ള അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഉളിയത്ത് കൊടുക്കുമ്പോൾ സുന്നത്താവുള്ളൂ. ഇല്ലാണ്ടായെങ്കിൽ ചുമ്മ ഔത്തർ ഞങ്ങൾക്ക് സമത്തിൽ ഉണക്ക് ചോറ് കൊടുത്തോണ്ടില്ല ഞങ്ങൾക്ക് ചോറ് എത്തിയോണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താവില്ല ഉളിയത്ത് കൊടുക്കുന്നത് സുന്നത്താവില്ല. ഔത്തിൽ ചുമ്മ കഷ്ടത്തിൽ ഉള്ളേണ്ടായെങ്കിൽ സുന്നത്തില്ല. ഔത്തിലുള്ള റഹാത്തിലുള്ള ആകമുണ്ട് ഡ്രസ്സുണ്ട് അതേപോലെ ഞങ്ങൾക്ക് ഔത്തിൽ ചോറ് വയ്ക്കുക ചോറ് കറി എല്ലാം ഞങ്ങൾക്ക് റഹാത്തിലുള്ളാണ്ടായെങ്കിൽ സുന്നത്തുണ്ട്. അല്ലാണ്ടായെങ്കിൽ എന്തിനില്ല ഉളുഹിയത്ത് സുന്നത്തില്ല. അപ്പൊ ഈ ഉളുഹിയത്ത് കൊടുക്കറോന്നു ആക്കലും ബാല്യവുമായിട്ടിക്കും അതായത് ബുദ്ധിയും വേണം പ്രായപൂർത്തിയായിട്ടിക്കും അർത്ഥ. അങ്ങനത്തെ ഉണക്കും സുന്നത്തുണ്ട്. അപ്പൊ ഒരു കിടാവർ ഉളുഹിയത്ത് കൊടുക്കറുണ്ടായെങ്ക കിടാവറ ബാപ്പമ്മ അല്ലെങ്കിൽ ബാപ്പറ ബാപ്പമ്മ കിടാവർ ഉളുഹിയത്ത് കൊടുക്കാം. അതേപോലെ കിടാവൂർ സ്വത്തുരമേ എടുത്തിട്ട് കിടാവൂർ ഉളിയത്ത് കൊടുക്കുകയില്ല. കിടാവൂര ബാപ്പറ സ്വത്തുരമ അല്ലെങ്കിൽ ബാപ്പറ ബാപ്പറ സ്വത്തുരമ അങ്ങ് കൊടുക്കലുണ്ടെങ്കിൽ അതിൽ വിരോധമില്ല അർത്ഥ. കിടാവൂർ സ്വത്തുര കൊടുക്കുകയില്ലാണ്ട് മാത്രം കിടാവൂർ ഉളിയത്ത് ബാപ്പക്ക് കൊടുക്കുക ബാപ്പറ ബാപ്പക്കും കൊടുക്കുക. കിടാവൂർ സ്വത്തുര എടുക്കുക തീരാണ്ട് മാത്രം. അതേപോലെ
ഉദഹിയത്ത് കൊടുക്കറവನು അവന്റെ ഉഗ്ഗുറ അല്ലെങ്കിൽ അവന്റെ മുടിയ അല്ലെങ്കിൽ തടിയരെ ഏതെങ്കിലും ഒരു ഭാഗത്തിലെ രോമ കട്ടാക്കുക തീര അറാഹത്തായിട്ടിക്കറ് കട്ടാക്കാണ്ടിക്കരുത് സുന്നത്തായിട്ടിക്കറ്. കാരണം അതായത് ഞങ്ങളെ ഈ മൃഗത്തിന് അറുത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗത്തിനനുസരിച്ചിട്ട് അള്ളാഹുത്താല ഞങ്ങൾ എന്താക്കറ ഈ നരകത്തിൽ നിന്നിട്ട് എന്താക്കറ മോചിപ്പിക്കുമ്പോൾ ഈ ഭാഗം അതായത് ഈ ഊഗുറും അതേപോലെ മുടിയും എല്ലാം അതിൽ പെടട്ടുണ്ട്. നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്ന ഞങ്ങൾ ഈ ഒരു തടിയുടെ ഭാഗം ഉണ്ടല്ലേ അതിൽ ഈ ഉഗുറും മുടിയും എല്ലാം പെടട്ട് ചൊന്നായിട്ടിക്കറ് ഉഗുറ് എടുക്കണ്ട അതേപോലെ മുടിയൊന്നും കട്ടാക്കണ്ടാണ്ട് ഉദയത്ത് കൊടുക്കറാന്ന് ചൊന്നോണ്ടില്ല അറിയാ. അപ്പൊ അതേപോലെ ഉദയത്ത് നിർബന്ധമായ ഒരു ടൈമുണ്ട്. അതേപോലെ ഇവിടെ ഉണ്ടാ ഉദയത്ത് കൊടുക്കറേണ്ട നേർച്ച ആക്കിയുണ്ടായെങ്കിൽ ഉദയത്ത് കൊടുക്കുന്നത് നിർബന്ധമായിട്ടിരിക്കും. അപ്പൊ നേർച്ച ആക്കിയിട്ടല്ല, നേർച്ച ആക്കാണ്ടേ നിർബന്ധമായ ഒരു ടൈമുണ്ട്. ഉദയത്ത് കൊടുത്തിട്ടേ വേണം, നിർബന്ധമായിട്ടിരിക്കും. കൊടുത്തില്ലാണ്ടെങ്കിൽ ശിക്ഷ കിട്ടും. അതെപ്പാ ഒന്ന് നേർച്ച ആക്കിയുണ്ടെങ്കിൽ ഇന്നൊന്നും ഇപ്പൊ ഞാനൊരു പൈഡ് പിടിച്ചോണ്ട് വന്നോണ്ടല്ലോ. ഇപ്പൊ ഒരു ആടിനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരുമ്പോ ആൾമാർ കേട്ടറ് ഇതെന്തുകളപ്പാ പൈ അല്ലെങ്കിൽ ആട് എടുത്തു വന്നോല്ലോ എന്ത് ನಾನು ಉದಯತ್ತು ಕೊಡ್ಕೋಬೋದು ಅಂತ ನಾನು ಚೊನ್ನೆ ಅಂಗಳ್ಟ ಚೊನ್ನೆಂಟಾಗಿ ಅಂದ್ರೆ ಅವಳು ಉದಯತ್ತು ಕಂಪ್ಲೀಟ್ ಆയിട്ട് കൊടുക്കൽ നിർബന്ധമായിട്ട് ഉദയത്ത് കൊടുക്കുന്നത് നിർബന്ധ ആയിട്ട്. അപ്പൊ ഉദയത്ത് കൊടുക്കുന്നത് നിർബന്ധ ആയേണ്ടായെങ്കിൽ ഞങ്ങൾക്ക് അതിന് ഇറച്ചി എടുക്കുകയില്ല. ഞങ്ങൾ ഉത്തരക്ക് ഇറച്ചി ഇല്ല അതിന്. അദ്ദേഹത്തെ ഫുള്ളായിട്ട് അതിനെന്താക്കണം ഉദയത്തായിട്ട് സ്വതക്ക് കൊടുക്കും. ഹദ്യ കൊടുക്കുകയും ഇല്ല നിർബന്ധമായി. ഹദ്യവും ഇല്ല, സ്വന്തമായിട്ട് എടുക്കുകയും ഇല്ല. ഫുള്ളായിട്ട് അതിനെന്താക്കണം സ്വതക്ക കൊടുക്കും. ಅರ್ಥ ಅಪ್ಪ അതുകൊണ്ട് ചുമ്മാ ജാഗ്രത ആക്കും. അപ്പൊ ഇപ്പൊ ഞാൻ എന്തിനാക്കിയ ഇപ്പൊ ഈ അല്ലെങ്കിൽ ആടുற ഔത്തുകൊമ്പത്ത് കെട്ടിട്ട് വെച്ച് ನಾನು ഇവിടെയൊക്കെ പോയ അപ്പൊ ഉദയത്ത് കൊടുക്കറ് ನಾನು ഇവിടെയൊക്കെ പോയിട്ട് ഇരിക്കുമ്പോ ഔത്തരങ്ങളുടെ കേട്ടാറ് അതെന്തൊക്കെ ആട് കെട്ടിയത് വെച്ചിന്. അപ്പൊ ഔത്തരങ്ങ ചൊന്നാറ് അത് ഉദയത്ത് കൊടുക്കൊണ്ടുണ്ട് 3 ഉദയത്ത് കൊടുക്കുന്നു തന്റെ ഉമ്മ ചൊന്നിട്ട് പേരിക്കാം. അപ്പൊ എന്താ ഉള്ളേ അപ്പൊ ഉദയത്ത് കൊടുക്കുന്നത് നിർബന്ധമായില്ല. അപ്പൊ ഞങ്ങൾക്ക് ഔത്തരങ്ങൾക്ക് മേരിച്ചെടുക്കാം ഒന്നായിത്താ. അപ്പൊ അവിടെ നിർബന്ധമായിട്ടില്ല കൊടുക്കരുത്. ഫുള്ളായിട്ട് നിർബന്ധമായി ഫുള്ളായിട്ട് കൊടുക്കണല്ലേ. അപ്പൊ ഉത്തരങ്ങ ചൊന്നെങ്കിൽ അത് നിർബന്ധ ആവില്ല. ഞങ്ങ കൊടുക്കൊരു ആളുണ്ടല്ലേ ആ ആള് ചൊല്ലണം. ആൾ ചൊന്നെങ്കിൽ മാത്രം എന്തിനോടെ നിർബന്ധമാവില്ല. അപ്പൊ ആർട്ടും ചൊല്ലുക നിൽക്കണ്ട. അപ്പൊ ഈ ആട് എന്തായെങ്കിൽ കൊമ്പുണ്ടായെങ്കിൽ അത് ഉദയത്ത് കൊടുക്കൊണ്ട് ചൊല്ലണ്ട. ഇങ്ങനെ എന്താ അത് ആർക്കും കൊല്ലത് അങ്ങനെ എന്തിനായും ചൊല്ലും പിടിയെത്താ. അല്ലാണ്ട് ഉദയത്ത് കൊടുക്കുക ആർക്കും കൊല്ലതിൻ്റെ ചൊല്ലണ്ട. അർത്ഥത്താ ജസ്റ്റ് ആരെയും കേട്ടെങ്കിൽ എന്തെങ്കിലും ആട് എടുത്തു വന്നോല്ലല്ലേ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും കൊല്ലത് ഇങ്ങനെ എന്തായാലും ചൊല്ലും ഇതാക്കണം. അപ്പൊ കൊന്ത ഇതല്ല. അപ്പൊ കാരണം എന്ത് നിർബന്ധമായെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കുകയുമാവില്ല, ആദ്യമായിട്ട് കൊടുക്കുകയുമാവില്ല. എല്ലാം ഫുള്ള് സ്വതക്കായിട്ടേ കൊടുക്കും. ഇനി അറുത്ത് കൊടുക്കുന്ന ഈ മൃഗം ഉണ്ടല്ലേ. അപ്പൊ ഈ മൃഗം ഇപ്പൊ ഒട്ടകത്തെ അറുത്ത് കൊടുക്കുന്നുണ്ടായെങ്കിൽ അത് 5 വർഷം കഴിഞ്ഞിട്ട് 6 വർഷം പിടിയെത്താം. അതിപ്പോ ഇവിടെ ഇല്ലല്ലോ ഒട്ടകൊന്നും. ഇവിടെ ഉള്ളത് ഇപ്പൊ എർമ, പൈ, അതേപോലെ മോരി, അതേപോലെ ആട്, ഇതെല്ലാം ഇവിടെ ഉള്ളത്. ഈ ആടിലും 2 ടൈപ്പ് ഉണ്ട്. കോലാടുണ്ട്, ഇന്നൊന്നും നെയ്യാടുണ്ട്. നെയ്യാട് ചൊന്നുണ്ടായെങ്കിൽ അതിൽ തുടരവിടെല്ലാം നല്ല ഇറച്ചി കട്ടി ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ചുമ ഇറച്ചല്ല പിടിയത്. അതായിട്ട് കയറി നെയ്യാട് ചൊന്നുണ്ടായെങ്കിൽ അത് നമുക്ക് കിതാബിൽ പരിപാടി. അപ്പോൾ അതുകൂടെ ഇല്ല നെയ്യാട്. കൂടുള്ളതാ കൂടുള്ള ആട് കോലാടുണ്ട് ചൊല്ലും. അതേതാ ഈ കോലാടും അതേപോലെ അതിൽ കുരിയും വന്ന് അപ്പൊ ഇതെല്ലാം കൊടുക്കുമ്പോ എന്തിനാക്കും ഈ ആടും അതേപോലെ പൈ, എർമ, മൂരി ഇതെല്ലാം ചൊന്തല്ലേ. ഇതെല്ലാം കൊടുക്കുന്നുണ്ടായെങ്കിൽ അതിൽ 2 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം പിടിക്കണം. അതിൽ ഉദയത്ത് കൊടുക്കണുണ്ടായി. കൊടുക്കുറെ മൃഗം ഉണ്ടല്ലേ എങ്ങനെ വേണു. അതിലിപ്പോ ഒരു കണ്ണ് പോയിടും. ഞങ്ങൾ ഉദയത്ത് കൊടുക്കുറെ ഒരു മൃഗം ഉണ്ടല്ലേ അതിൽ ഒരു കണ്ണ് കാണില്ലാണ്ടായെങ്കിൽ ഒരു കണ്ണ് പോയിട്ടുണ്ടായെങ്കിൽ അത് ഉദയത്ത് കൊടുക്കാവില്ല. അല്ലെങ്കിൽ 2 കണ്ണും പോയിട്ട് ഉണ്ടായെങ്കിൽ അതും ആവില്ല. അല്ലെങ്കിൽ ഒരു അതിലെ ഭാഗത്തിൽ ഒരു തെല മുറിഞ്ഞിട്ട് ഒരു പീസ് പോയിട്ടുണ്ടായെങ്കിൽ അതും ഉദയത്ത് കൊടുക്കാവില്ല. തെല മുറിഞ്ഞിട്ട് മാത്രം വേറെ എന്തോ ആയിട്ടില്ലാണ്ടായെങ്കിൽ കൊടുക്കാം. പീസ് പോയിട്ടുണ്ടായെങ്കിൽ കൊടുക്കുകയല്ല അഞ്ഞത്തെ പിടിയെത്താ ഉദയത്ത് കൊടുക്കുന്ന മൃഗം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഇസ്തശരീഫുൽ ഐന വൽ ഉദ്ന. അതിലെ കണ്ണര ഭാഗം അതിലെ കാതിര ഭാഗം നല്ല സൂക്ഷിച്ചിട്ട് നോക്കണുണ്ടായിട്ട്. ഇപ്പൊ കാതിരത കണ്ണറത ഇപ്പൊ ദൂരത്തിൽ നോക്കുമ്പോൾ നമുക്ക് എന്തോ കാണില്ല. അപ്പൊ ഇതെല്ലാം മുട്ട പോയിട്ട് സൂക്ഷിച്ചിട്ട് നോക്കണുണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. അപ്പൊ അവിടെ എന്തിനായെങ്കിൽ ഒരുത്തല്ല പീസ് പോയിട്ടാ കാതിര പീസ് പോയിട്ടുണ്ടായെങ്കിൽ ഉദയത്തേക്ക് ആവില്ല. അത് അല്ല ഒരുത്തല്ല കാതിറങ്ങി തെല്ല് ഒട്ടയുടെ ഉണ്ടായെങ്കിൽ എന്തിനാക്ക ഉദയത്ത് കൊടുക്കുക അതാവും പിന്നെത്താ. അതേപോലെ കർപ്പുഞ്ചി ഉള്ള മൃഗം കർപ്പുഞ്ചി ഉള്ളത് ഏതും ആവില്ല. ആടായെങ്കിൽ പയ്യുവായെങ്കിൽ എരുമായെങ്കിൽ കർപ്പുഞ്ചിക്ക് ഉതീര. കർപ്പുഞ്ചി ഉള്ള മൃഗം ഉണ്ടായെങ്കിൽ അതാവില്ല. അതും ഒരു അയബായിട്ടിക്ക് ഇവിടെത്താ അതും ഉള്ളിയത്ത് കൊടുക്കുകയാവില്ല. ഇപ്പൊ പെത്തത്ത് ഞങ്ങൾ അത് പെത്തിട്ടായാൽ പിന്നെ പിറ്റാണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായെങ്കിൽ കൊടുക്കുക. അയങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ നോക്കണം എന്തിരെ ഇത് ചുമ്മാ തീരാൻ കൊണ്ടുണ്ടായെങ്കിൽ തീരില്ല. അത് എന്തും തീരില്ലാണ്ടെങ്കിൽ കൊടുക്കുക തീരാം. അതായത് ഉഷാറുണ്ടുണ്ടായെങ്കിൽ എന്താക്കുക അതിന് ഉദയത്ത് കൊടുക്കുക.
അർത്ഥം അതേപോലെ കൊമ്പ് കട്ടായ ആടുണ്ടായെങ്കിൽ കൊമ്പ് തല കട്ടായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അർത്ഥം അളക്ക കൊമ്പേ ഇല്ലാത്ത മൃഗായെങ്കിലും കൊടുക്കാം. അതിന്റെ തടിയിൽ ചുമ്മ ചൊരി പിടിച്ചിട്ടുണ്ട്, അത് എന്തൊക്കെയില്ല, അതും ഉദയത്ത് കൊടുക്കുകയാവില്ല. ചുമ്മയില്ല ഒരു തെല്ല ചൊരി പിടിച്ചിട്ടുണ്ടായെങ്കിലും അതും ആവില്ല. കാരണം യസീറുൽ ജറബി കസീറും ഒരു തെല്ല ചൊറിയുന്നെങ്കിലും അത് ചുമ്മ ചൊറിയുന്നതിരെ ഹുക്കുമായിട്ടിക്കറ് അതിരെ വിധിയായിട്ടിക്കറ് ഇതും. അപ്പോൾ ഒരു തെല്ല ചൊറിയുന്നെങ്കിലും ഞങ്ങൾ എന്താക്കുകയില്ല, അതിരെ ഉദയത്ത് കൊടുക്കുക ആവില്ല. അപ്പൊ ഈ ചൊന്ന ഒരു അയബും ഇല്ലാത്തൊരു മൃഗമായിട്ടിക്കൊന്നു ഞങ്ങൾ ഉദയത്ത് കൊടുക്കണേ. അപ്പൊ കൊടുക്കുമ്പോൾ വൈറ്റ് കളർ ഉള്ളത്, നല്ല കൊമ്പുള്ളത്, നല്ല ഒരു മൃഗമായിട്ടിക്കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് കൊടുക്കണേ. നല്ല വൈറ്റ് കളർ. വൈറ്റ് ഇല്ലാണ്ടെങ്കിൽ മഞ്ഞ കളർ. ഇപ്പോൾ മഞ്ഞ കളറും മൃഗം ഇല്ലാണ്ടെങ്കിൽ ചുവപ്പ് കളർ, അതും ഇല്ലാണ്ടെങ്കിൽ ചുവപ്പും വൈറ്റ് മിക്സ് ആയത്. ഇതൊന്നും ഇല്ലാണ്ടെങ്കിൽ ലാസ്റ്റ് എന്താക്കുക കറുപ്പ് കളറുള്ള ഒരു മൃഗം കൊടുക്കുക, ഉദയത്ത് കൊടുക്കുക. ഇതേ ടിക്കർ പണ്ഡിതന്മാർ പരിപാടിയിൽ ഓരോരോ ഘട്ടമുണ്ട്. അതായത് വൈറ്റ് ആയിട്ട് ആറ് കൊടുക്കൽ നല്ലതുണ്ട്, അതില്ലാണ്ടായി മഞ്ഞ, ഇങ്ങനെ ഓരോരോ ഘട്ട പരിപാടിയിലാണ്. അർത്ഥം ഉദയത്ത് അറക്കോകു ഗാഡിയിൽ കൊമ്മണ്ട് സ്റ്റൈൽ കണ്ടെങ്കിൽ വളച്ച് ഗാഡിയിൽ ബണ്ട് ചുമ്മ ഈ പയ്യും അതേപോലെ ആർഡർ ഇട്ടതല്ല ചുമ്മ എടുത്തോ പറയുമ്പോൾ അത് ചുമ്മ ഔടോടെല്ലാം ഗായവും. അപ്പൊ അങ്ങനല്ല ഉദയത്ത് കൊടുക്കുക വേനത്തുള്ള മൃഗത്തെ കുമരനായി അത് ഒരു നൊമ്പലും ആവാത്ത രീതിയിൽ ചന്ത കുമരണം. അപ്പൊ അതേപോലെ അറക്കുമ്പോയെങ്കും ഈ അറക്കുന്ന മൃഗത്തെ ഈ ചാക്കുണ്ടല്ലേ കത്തി അതിരെ മൂർച്ച കൂട്ടുമ്പോ എന്താകുക തീരും, അതിക്ക് കാണുക തീരും. ആട് അറക്കുണ്ടായെങ്കിൽ ആടുക്ക് കാണുക തീരും ഞങ്ങൾ ഈ കത്തിക്ക് മൂർച്ച കൊടുക്കുന്നത്. അതേപോലെ ഒരു ആട് അറക്കുമ്പോ ഇന്നൊരു ആട് കാണുക തീരാ. അർത്ഥം ഒരു ആട് അറക്കുമ്പോ ഇന്നൊരു ആടുക്ക് കാണുക തീരാ. അതേപോലെ ഈ അറക്കുന്ന ജാഗ ഉണ്ടല്ലേ അതിന് കിബിലക്ക് മുന്നേടിക്കണം. കിബില ഏത് ഭാഗത്തുള്ള ആ ഭാഗത്തേക്ക് ഇങ്ങനെ അറക്കുന്ന ജാഗ മുന്നേടിച്ചിട്ട് എന്താക്കണം അറക്കണം. ഉദയത്ത് അറക്കറോണും എന്താക്കണം കിബിലക്ക് മുന്നിടണം. അർത്ഥം അപ്പാരെ തിരിഞ്ഞത് അറക്കറല്ല, കിബിലക്ക് ഈ മൃഗത്തിലെ ഈ അറക്കറ ഭാഗം മുന്നിട്ടിക്കണം. അതേപോലെ ഈ അറക്കറോണും കിബിലക്ക് തിരിഞ്ഞിട്ടിക്കണം. ഈ ഉദയത്ത് കൊടുക്കുറവനായിട്ടിക്കണു ഈ അർക്കണായി. ഇപ്പൊ ഉണുക ഉദയത്ത് കൊടുക്കുറവଙ୍କୁ അർക്കുക ആവില്ലാണ്ടെങ്കിൽ എന്താക്ക വേറെ ഓർത്തിട്ട ഒക്കാലത്താക്ക നീ അർക്കണ്ട് ചോദിക്കും. അർത്ഥം അപ്പൊ അർക്കുമ്പം കൽബുൽ നിയത്ത് വേണം. ഉദയത്ത് കൊടുക്കറേന്ന് ചൊല്ലർ നിയത്ത് കൽബുൽ വേണം. അപ്പൊ നിർബന്ധമായെങ്കിൽ സുന്നത്തുണ്ടായെങ്കിൽ സുന്നത്തായി ഉദയത്തിന് അർക്കറ ചൊന്നിട്ട് അർക്കണം. അതേപോലെ നിർബന്ധം ഉണ്ടായെങ്കിൽ നിർബന്ധമായി ഉദയത്തിന് അർക്കറ ചൊന്ന് അർക്കണം. ഇപ്പൊ നേർച്ചയാക്കിയതാ, നേർച്ചയാക്കപ്പെട്ട ഉദയത്തുണ്ടായെങ്കിൽ എന്താക്കുകയില്ല. അപ്പൊ കരുതൽ നിർബന്ധമില്ല. ഇവിടെ എത്താ സുന്നത്ത് കരുതരുത്. അർത്ഥം നിയത്ത് സുന്നത്ത് മാത്രം, നിർബന്ധമല്ല. അല്ലാണ്ടെങ്കിൽ നിയത്ത് വെച്ചിട്ടേ ആവും നിർബന്ധമായിട്ടിരിക്കുക. അർക്കറ ടൈമില് ബിസ്മിയും സ്വലാത്തും തക്ബീറും ചൊല്ലത് സുന്നത്തായിട്ടിരിക്കുക. അപ്പൊ അർക്കുമ്പോ ആ മൃഗത്തിന് 3 കാലും കെട്ടണം. ബാക്കത്തെ എടുത്ത ഭാഗത്തിൽ ഒരു കാൽ വിട്ടു. ആ കാൽ വിടുന്നത് അതിലൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് റിലാക്സിങ് വേണ്ടിയിട്ട്. അർത്ഥം ഒരു കാൽ വിടുക, ബാക്കിയുള്ള 3 കാലിലും കെട്ടണം. ഇനി സുന്നത്തായ ഉദ്ഹിയുടെ ഇറച്ചി പാവത്തനക്ക് സ്വതക്ക കൊടുക്കണം, പൈസക്കാർക്കില്ല. അർത്ഥം അതായിട്ടിക്കർ 1ാമത്തെ സ്ഥാനം. ഇനി 2ാമത്തെ സ്ഥാനമാ അത് 3 ഭാഗമാക്കണം. ഇറച്ചിയിൽ 3 ഭാഗമാക്കണം. ആക്കിയിട്ട് ഒരു ഭാഗം സ്വന്തത്തിക്ക് എടുക്കരേ, പിന്നെ 2 ഭാഗം പാവത്തനക്ക് സ്വതക്ക കൊടുക്കരേ. അർത്ഥം ഇതായിട്ടിക്കർ 2ാമത്തെ സ്ഥാനം. ഇനി 3ാമത്തെ സ്ഥാനമാ അത് 3 ഭാഗമാക്കി ഇറച്ചി ഉണ്ടല്ലേ, ഈ ഇറച്ചിയിൽ എന്താക്കണം സ്വന്തത്തിക്ക് ഒരു ഭാഗം എടുക്കരേ, പിന്നെ ഒരു ഭാഗം പാവത്തനക്ക് കൊടുക്കരേ, ಇನ್ನೊಂದು ಭಾಗ ಪೈಸಗಾರರಿಗೆ ಹದ್ಯ ಇಟ್ಕೊಡ್ತೀವಿ. ಇದೇ ಇಟ್ಟಿಕ್ಕರು 3ാമത്തെ സ്ഥാനം. ഇനി 4ാമത്തെ സ്ഥാനം എങ്ങനെ? അത് ഒരാൾക്ക് ಬೇನವ್ರ ಹತ್ರ ഇറച്ചി ಹೊರತಲ್ಲ, ഒരാൾക്ക് ಬೇನವ್ರ ಹತ್ರ ಮಾತ್ರ ഇറച്ചി എന്തിനാക്കರೆ കൊടുത്തിട്ടു ബാക്കി എല്ലാം സ്വന്തത്തിക്ക് എടുക്കരുത്. അർത്ഥം ആಯ್ತಾ? ഇതേ ഇട്ടിക്കറ് 4ാമത്തെ സ്ഥാനം ചൊന്നിട്ടായി. അപ്പൊ ഇങ്ങനെ ഇനി ഈ ഇറച്ചി കൊടുക്കുമ്പോൾ ഇപ്പൊ നിർബന്ധമായ ഞങ്ങൾ ഈ ഇറച്ചി ഉലുഹിയ കൊടുക്കണ്ടായെങ്കിൽ, നിർബന്ധമായ ഉലുഹിയ കൊടുക്കണ്ടായെങ്കിൽ അതിൽ ഇറച്ചിൽ എന്തിനാക്കണു റായത്തങ്കേ കൊടുക്കണം ഫുള്ളായിട്ട്. അർത്ഥം ആಯ್ತಾ? ഇപ്പൊ സുന്നത്തായ ഉലുഹിയ ഉണ്ടായെങ്കിൽ റായത്തങ്ക് ഒരാൾക്ക് പോയി അവിടെ അത്ര കൊടുക്കണം, അത് നിർബന്ധം. ബാക്കി എന്തിനാക്ക പത്ത് റായത്തിനക്കും കൊടുക്കാം, റായത്തിനക്കും കൊടുക്കാം, അതിൽ മുന്തായത് ഫുള്ളായിട്ട് റായത്തിനക്കും കൊടുക്കാം. അല്ലെങ്കിൽ പത്ത് റായത്തിനക്ക് കൊടുക്കണമെങ്കിൽ റായത്തിൽ ഒരാൾക്ക് വേണം അവിടെ അത്ര കൊടുത്തിട്ട് വേണം, അത് നിർബന്ധമായിട്ടേക്ക്. ഏത് സുന്നത്തായ ഉലുഹിയത്ത് ഫർലായങ്ക അത് ഫുള്ളായിട്ട് റായത്തില് എന്തിനാക്കണോ റായത്തങ്കെ ഇറച്ചി കൊടുക്കണം ഫർലായ ഉലുഹിയത്ത് ഉണ്ടായെങ്കിൽ. അർത്ഥം ആಯ್ತಾ? അപ്പൊ ഇനി അതേപോലെ ഇപ്പൊ ഉലുഹിയത്ത് ഈ അർത്ഥം എന്തിനാക്കാറ്, കുറെ ആള് ഇറച്ചില് അല്ലെങ്കിൽ തോളിലൂടെ വിക്രമുള്ള പൈസക്ക് അത് തീരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അങ്ങനെ വിത്ത ഉണ്ടായെങ്കിൽ ഉലുഹിയത്തിന് കൂലി നഷ്ടപ്പെടും.
കൂലി കിട്ടുമ്പോൾ ഇത്രയെല്ലാം നിങ്ങൾ ആക്കറി. അപ്പോൾ അത് നഷ്ടപ്പെട്ടുണ്ടായെങ്ക കുറേ ആൾ തോളിലുള്ള വിക്രങ്ങളുള്ള. അപ്പോൾ അതിൽ വിക്കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപാട്ടി തയ്റ്റിക്ക് അതിൽ വിക്കണ്ട പാവത്തങ്ങൾക്ക് സ്വതക്ക കൊടുക്കും. അല്ല ഉസ്താദ് അങ്ങ് വിൽക്കാറല്ലേ പാവത്തഞ്ച്. ഇപ്പം നമുക്ക് കൊടുക്കുற പാവത്തഞ്ച് സ്വതക്ക കൊടുക്കുற അങ്ങ് വിൽക്കുവാർ ചിലപ്പോൾ. അങ്ങ് വിക്കട്ടെ, അത് അങ്ങക്ക് വിട്ടത്. നിങ്ങൾ വിൽക്കൊക്കെ പോകണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന കൂലി നഷ്ടപ്പെട്ടു പോകും. അർത്ഥമായിത്താ. അപ്പോൾ അതേപോലെ ഇങ്ങനത്തെ നല്ല നല്ല വിഷയ പഠിക്കുക അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർത്ഥമായിത്താ. അതേപോലെ ഇനിയും നല്ല നല്ല വിഷയമെല്ലാം നിങ്ങൾക്ക് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോ ആക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കിട്ടുകമേനേത്ത് കീഴിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഒത്തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല ഇനിയും നല്ല നല്ല വിഷയം ഇടുമ്പോൾ അത് നിങ്ങൾക്ക് മതെത്തും. ഇനിയും നല്ലതെല്ലാം പഠിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.